തീരദേശ ഹൈവേ അവകാശ സമരസമിതിയുടെ അനിശ്ചിതകാല സായാഹ്ന ധർണ വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു. തീരദേശ ഹൈവേ പാതയുടെ അലൈൻമെന്റ് മാറ്റം അദാനിയും അംബാനിയും അടങ്ങിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളതാണെന്ന് പ്രേമാജി പിഷാരടി ആരോപിച്ചു. വികസിതമായ ഒരു പ്രദേശം തകർത്ത് ഈ അലൈൻമെന്റ് നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ സമരത്തെ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു നടന്നത് എന്നുള്ളത്. ആനപ്പുറത്തിരിക്കുന്നിട്ട് താഴെ ഇരിക്കുന്നവരെ കല്ലെറിയാം എന്നൊക്കെ നാട്ടിൽ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിലൊന്നും നടക്കുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത്. ഇതിനു മുമ്പ് ഇവർ വലിയ വാഗ്ദാനങ്ങളുമായി വന്നു. ഞാൻ പറയുന്ന ഇവിടുത്തെ ജനത ഐക്യത്തോടു കൂടി നിന്നുകൊണ്ട് ഇന്നത്തെ ഗവൺമെന്റിനോട് നമ്മൾ വിവരദോഷികളാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നമുക്കാണ് വിവരമുള്ളത് എന്ന് തെളിയിക്കുന്ന തലത്തിൽ റെയിൽ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റെയിലാണ് എന്നാണ് ഇപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഫോൺ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത ഫോണാണ് എന്നാണ് നമുക്ക് അനുഭവം. റൈസ് എന്ന് പറഞ്ഞാൽ കിട്ടാത്ത അരിയാണ് എന്നാണ് അനുഭവം. എന്നാൽ ഈ സമരപ്പന്തലിൽ നേരിട്ട് പരിചയമില്ലെങ്കിലും ഏക ലക്ഷ്യത്തോടു കൂടി ഇരിക്കുന്ന ജനത സർക്കാരിനോട് പറയുന്നു, നിങ്ങൾ ഈ പറയുന്ന പാത നിങ്ങൾക്ക് കിട്ടാത്ത പാതയാണ് എന്നാണ് ഐക്യദാർഢ്യം നിർത്തിക്കൊണ്ട് നമുക്ക് നിർവഹിച്ചുകൊണ്ട് പറയുവാനുള്ളത്. കാരണം ഒരു ഭരണകൂടം അവിടുത്തെ ജനതയോട് എപ്രകാരമാണ് നീതി പുലർത്തേണ്ടത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതിനാണ് ഒരു ഭരണഘടന നമുക്കുള്ളത്. ആ ഭരണഘടനയെ മാനിക്കാതെ 10 വർഷം ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും തലത്തിൽ വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി PA അമീർ യോഗത്തിൽ സംസാരിച്ചു. കുവൈറ്റിലും ബഹ്റൈനിലും ഉണ്ടായ ദുരന്തത്തിൽ യോഗം അനുശോചിച്ചു. AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായി. സിദ്ദിഖ് പഴങ്ങാടൻ, EK ദാസൻ, ഫസീല ഹനീഫ്, സൈദ സുലൈമാൻ, ഷഹന ബാദുഷ, ഫാത്വിമ ടീച്ചർ, നസീർ കാദിയാളം എന്നിവർ നേതൃത്വം നൽകി. കച്ചവട സ്ഥാപനങ്ങളുടെ മുന്നിലുമെല്ലാം കൊണ്ടുവന്ന് കുറ്റി അങ്ങോട്ട് ഇട്ടുപോയി. അതിനുശേഷമാണ് ഞങ്ങൾ ഈ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം എല്ലാ സർക്കാർ ഓഫീസുകളിലും മുഖ്യമന്ത്രിക്ക് വരെയും ഞങ്ങൾ നിവേദനം നൽകി. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ഞങ്ങൾ പരാതി നൽകി. എന്തിന് നമ്മുടെ പ്രിയപ്പെട്ട MLAക്ക് പോലും ഞങ്ങൾ 4-5 വട്ടം വീട്ടിൽ പോയി കാണുകയും അദ്ദേഹത്തിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങളോടൊപ്പം നിൽക്കാമെന്നെല്ലാം പറഞ്ഞ MLA ഇപ്പോൾ അവസാനം കാലുമാറിയിരിക്കുകയാണ്. സൈബർ ലോകത്തിൽ നിന്ന് തന്റെ അനുയായികളെ കൊണ്ട് കല്ലെറിയുന്ന സ്വഭാവമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞങ്ങളിവിടെ സമരം നടത്തുമ്പോൾ ആ സമരത്തെയെല്ലാം കൊഞ്ഞനം കുത്തുന്ന ഒരു വർത്തമാനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.